അമേരിക്കയിൽ നിന്നും വൻതോതിൽ ആയുധങ്ങൾ ഇറക്കി ഇസ്രായേൽ. അമേരിക്കയിൽ നിന്നും സൈനിക ഉപകരണങ്ങൾ ഇസ്രായേലിൽ എത്തിയതായി സ്ഥിരീകരിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം. 2 ചരക്ക് കപ്പലുകളിലും വിമാനങ്ങളിലുമായി 6500 ടണ്ണിലധികം സൈനിക ഉപകരണങ്ങളാണ് ഇസ്രായേലിൽ എത്തിയത്. ഹൈഫ, അസ്സോദ തുടങ്ങിയ തുറമുഖങ്ങളിലാണ് കപ്പലുകൾ എത്തിയത്. വ്യോമ കരസേനകൾക്ക് ആവശ്യമായ വെടിക്കോപ്പുകൾ, സൈനിക ട്രക്കുകൾ, JLTV കോമ്പാക്ട് മൊബിലിറ്റി വാഹനങ്ങൾ അമേരിക്ക കൈമാറിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നും എത്തിച്ച യുദ്ധസാമഗ്രികൾ രാജ്യത്തെ വിവിധ സൈനിക താവളങ്ങളിലേക്ക് മാറ്റിയതായി IDF അധികൃതർ വ്യക്തമാക്കി. ഫെബ്രുവരി 28-ന് ഇറാനുമായുള്ള സംഘർഷം ആരംഭിച്ചത് മുതൽ ഇതുവരെ 1,15,600 ടണ്ണിലധികം സൈനിക ഉപകരണങ്ങൾ അമേരിക്ക ഇസ്രായേലിന് കൈമാറി. ഈ 403 വിമാന സർവീസുകളും 10 കപ്പൽ സർവീസുകളും ഇതുവരെ ഉപയോഗിച്ചത്. വരും കാലങ്ങളിൽ സൈനിക സജ്ജീകരണങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ ഊർജിതമാക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ കമ്മീഷൻ ഡയറക്ടർ ജനറൽ അമീർ ബര അറിയിച്ചിരുന്നു. ശത്രുക്കൾക്കെതിരെ ഏതു സമയത്തും എവിടെയും പൂർണ്ണ ശക്തിയോടെ തിരിച്ചടിക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയെ സജ്ജമാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. മാത്രമല്ല, ഇറാനെതിരെ വീണ്ടും നടപടിയെടുക്കേണ്ടി വന്നേക്കാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക് ഇസ്രായേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കാൻ, ഭാവിയിൽ ഇറാൻ വീണ്ടും ഇസ്രായേലിനും അമേരിക്കയ്ക്കും സ്വതന്ത്ര ലോകത്തിനും ഭീഷണിയാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഏകോപിപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രചാരണ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന്മേലുള്ള ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് തന്റെ രാജ്യത്തിന്റെ നിയന്ത്രണം ഈ പ്രദേശത്ത് അമേരിക്കൻ സാന്നിധ്യവും ഇടപെടലുമില്ലാത്ത ഒരു ഭാവി ഉറപ്പാക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിരുന്നു. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി പ്രസിദ്ധീകരിച്ച ഒരു രേഖാമൂലമുള്ള സന്ദേശത്തിൽ പേർഷ്യൻ ഗൾഫിൽ അമേരിക്കക്കാർ ഉൾപ്പെടുന്ന ഒരേ ഒരു സ്ഥലം അതിന്റെ ജലത്തിന്റെ അടിത്തട്ടിലാണെന്നും ഈ മേഖലയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതപ്പെടുകയാണെന്നും ധിക്കാരപരമായ സ്വരത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ US-ഉമായും ഇറാനുമായും സജീവമായി ഇടപെട്ടിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ വ്യാഴാഴ്ച അറിയിച്ചു. ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട കക്ഷികളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ചർച്ചകളെ സംബന്ധിച്ചിടത്തോളം പുതിയതും പഴയതുമായ നിർദ്ദേശങ്ങൾ ചർച്ചയിലുണ്ട്. സമാധാനം നിലനിൽക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും വിദേശകാര്യ വക്താവ് താഹിർ ആൻഡ്രാബി പറഞ്ഞു. സമാധാന ചർച്ചകൾ സ്തംഭിച്ചതിനാൽ US ഉപരോധം മാസങ്ങൾ നീണ്ടു നിൽക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് എണ്ണവില 5% ഉയർന്ന് 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. US നാവിക ഉപരോധം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചതിനാൽ ആണവ പദ്ധതിയിൽ കർശന നിയന്ത്രണങ്ങൾ വേണമെന്ന വാഷിംഗ്ടണിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങി ബുദ്ധി കാണിക്കണമെന്ന് ട്രംപ് ടെഹ്റാനെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.